ക്ഷണം അനുസരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ നല്ലവരായ സഹോദരി സഹോദരിമാര്, നമ്മുടെ മുസ്ലിം വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ ഇവിടെ നടന്നു വരുന്ന ഫിസിയോതെറാപ്പി സെന്ററിന്റെ 4ാം വാർഷിക ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്. ഇതിനകം 3000-ൽ പരം കിടപ്പ് രോഗികളെ ഫിസിയോതെറാപ്പി ആവശ്യമുള്ള അത്തരം സ്ട്രോക്ക് കൊണ്ടും അതുപോലെ തന്നെ ഈ ആക്സിഡന്റ് കൊണ്ടുമൊക്കെ കിടപ്പിലായ 3000-ൽ പരം രോഗികളെ ഈ സ്ഥാപനത്തിൽ അവർക്ക് സ്ഥിരമായി നല്ലൊരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പ്രത്യേകം ഓർമ്മിക്കുകയാണ്. 35 വർഷം മുമ്പാണ് നമ്മുടെ മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ സ്ഥാപിതമായിട്ടുള്ളതെങ്കിൽ ഈ 2017 പാലിയേറ്റീവും അതോടനുബന്ധിച്ചിട്ട് ഫിസിയോതെറാപ്പി സെന്റർ 2020 ആരംഭിക്കാൻ കഴിഞ്ഞു. അതിന്റെ 4ാമത്തെ വാർഷികം കൂടിയാണ് ഇന്ന് നടക്കാതിരിക്കുന്നത്. ഈ നേതൃത്വത്തിൽ മറ്റൊരു കാര്യം നമുക്ക് പറയുവാനുള്ളത്, നമ്മൾ ആഗ്രഹിച്ചിരുന്ന നമ്മുടെ സ്വപ്ന പദ്ധതിയായിരുന്ന ഒരു ഫിസിയോതെറാപ്പി കോളേജ്, അതോടനുബന്ധിച്ച് നമ്മുടെ പാരാമെഡിക്കൽ ഇതുപോലത്തെ പല കോഴ്സുകളും അടങ്ങുന്ന ഒരു അലൈഡ് മെഡിക്കൽ ഹെൽത്ത് സയൻസസ് എന്ന പദ്ധതി നമ്മൾ അതിനുവേണ്ടി നമ്മുടെ ഇന്നോടത്തെട്ട് തന്നെ ഈ നമ്മുടെ അടുത്ത് പയ്യന്നൂർ പഞ്ചായത്തിൽ തന്നെ നമ്മൾ 3000 ഏക്കർ സ്ഥലം നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അതിന്റെ പൂർത്തീകരണം അതിന്റെ ഇൻഷാള്ള 2-3 ദിവസത്തിനകം അതിന്റെ രജിസ്റ്റർ കഴിയും. അതോടനുബന്ധിച്ച് അവിടെ വരുന്ന കോഴ്സുകളെ സംബന്ധിച്ചും ആ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുവാൻ നമ്മുടെ ഇദ്രീസായി ഏതാനും നിമിഷങ്ങളുടെ കൊണ്ട് ഇവിടെ എത്തിക്കഴിയുന്നതായിരിക്കും. ആ കാര്യങ്ങളൊക്കെ അവരും അതോടനുബന്ധിച്ച് നമ്മുടെ ഡോക്ടർ ഗണേശും അതിന്റെ ഒക്കെ സംസാരിക്കുന്നതായിരിക്കും. അതിന്റെ ഒക്കെ പ്രാവർത്തികമാക്കണമെങ്കിൽ നിങ്ങളുടെയൊക്കെ നിർണയമായ സഹായസഹകരണം വേണം. നമ്മുടെ പ്രദേശത്ത് ഏറെ അത്യാവശ്യമായ ചില കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ മക്കളും അതുപോലെ തന്നെ നമ്മുടെ പഠിക്കുന്ന നമ്മുടെ മക്കളും കുട്ടികളും ഒക്കെ ഏറെ നമ്മുടെ നാട്ടിലുള്ള വിദേശങ്ങളിലും അതുപോലെ തന്നെ മമതാപുരം കോമ്പത്തിനും പോലുള്ള സ്ഥലങ്ങളിൽ പോകേണ്ടി വരുന്ന സ്ഥിതിയാവുന്നത്. പക്ഷെ അത് ഉണ്ടാകാതിരിക്കണമെന്നുള്ള ഒരാഗ്രഹം കൊണ്ട് കൂടിയാണ് നമ്മൾ അതിനു വേണ്ടിയുള്ള അത്തരം സജ്ജീകരണങ്ങളോടുകൂടിയ ആ മെഡിക്കൽ അഡ്വൈഡ് കോഴ്സ് ഇവിടെ സ്ഥാപിക്കാൻ പോകുന്നത്. അതൊരു വലിയൊരു പദ്ധതിയാണ്. അതിനൊക്കെ നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ടാണ് നമ്മുടെ ഈ പ്രവർത്തനം ഇവിടെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത്. വളരെ പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ ഇന്നേറെ എത്രയോ ആളുകൾ നമുക്ക് ഇവിടുന്ന് സൗജന്യമായി നമുക്ക് ഈ ഫിസിയോതെറാപ്പി ഒക്കെ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 1200 സെഷൻ ഒരു മാസത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊക്കെ നിങ്ങളൊക്കെ സഹായം കൊണ്ടാണ് നമുക്ക് ഇത് നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മഹത്തായ ഈ മുഹൂർത്തത്തിൽ നിങ്ങളുടെയൊക്കെ ഇനിയും സഹകരണം ഉണ്ടാകണമെന്ന പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയും അതോടുകൂടി ഈ സഭ്യരെ എത്തിച്ചേർന്ന് നമ്മുടെ വളരെ ക്ഷണം അനുസരിച്ച് എത്തിച്ചേർന്ന പ്രത്യേകിച്ച് സ്പീക്കർ ഷംസീർ, അതുപോലെ തന്നെ നമ്മുടെ വേദിയിലും അതുപോലെ തന്നെ വേദിയിലും സദസ്സിലുമുള്ള മുഴുവൻ ആളുകളെയും പ്രത്യേകം ഞാൻ സ്വാഗതവും എന്റെ സ്വന്തം പേരിലും അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിന്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ബാക്കി കാര്യങ്ങൾ ഈ പരിപാടി ഇവിടെ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ വെൽഫെയർ അസോസിയേഷന്റെ പ്രസിഡന്റായിരുന്ന PK അഹമ്മദ് ആയിഷാണ്. അവർക്ക് പ്രത്യേകിച്ച് പിന്നെ ഇതിന് വരാൻ കഴിയാത്ത ഒരു അസുഖമുള്ളത് കൊണ്ട് ഇത് വയ്യ എന്ന് പറഞ്ഞിട്ടുകൊണ്ട് തൽക്കാലം അവർ ഉണ്ടായിരിക്കുന്നതല്ല. അതിന് പകരം നമ്മുടെ ഈ ട്രസ്റ്റിന്റെ ട്രസ്റ്റി വേണ്ടിയായ യോജൻ ഇസ്മായിൽ ആയിഷാർ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നതായിരിക്കും. അതോടുകൂടി അതിനുവേണ്ടി അദ്ദേഹത്തെ ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജയ് ഹിന്ദ്. ബഹുമാനപ്പെട്ട രമേശ് TK, MKC ഉമർക്ക, പൊട്ടമല്ലി അബ്ദുള്ള സാഹിബ്, KE കുഞ്ഞബ്ദുള്ള, PK ഷാഹുൽ ഹമീദ്, KK ധനക്കൂൻ, VP ഉമ്മർ, നസീദ കൈക്കണ്ടിയിൽ, KM റയീസ്,
ഈ യോഗത്തിൽ പങ്കെടുത്ത ആളുകളെയും ഇതിന്റെ ഒരു അധ്യക്ഷനെയും ഇത് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ പാലിയേറ്റീവ് സെന്ററിന്റെ 4ാം വാർഷികമാണ് കൊണ്ടാടുന്നത്. അതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അധ്യക്ഷനെയും ശ്രീപുരുഷന്മാരും അതേപോലെ ഇവിടുത്തെ പാലിയേറ്റീവ് സ്റ്റാഫ് നാട്ടുകാർ സഹോദരന്മാരൊക്കെ ഓരോ ബഹുമാനപുരസ്സരം ക്ഷണിച്ച് പങ്കെടുത്ത് സന്തോഷിക്കുന്നു. ഞാൻ ഈ യോഗത്തിൽ യാദൃശികമായിട്ടാണ് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത്. ഇത് വഹിക്കേണ്ടത് PK അഹമ്മദായിക്കായിരുന്നു. ശാരീരികമായി ചെറിയ പ്രയാസമുള്ളതുകൊണ്ട് അദ്ദേഹം വരാൻ താമസിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ആ ദൗത്യം ഏറ്റെടുത്താണ്. നമ്മുടെ ഡോക്ടർ ഇദ്രീസ് ഡോക്ടർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ബഹുമാന ദിവസം സ്വാഗതം ചെയ്യുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട സ്പീക്കർ ശംസീറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇവിടെ ഫിസിയോതെറാപ്പി കോഴ്സ് എന്ന ഏറ്റവും ഡിമാൻഡുള്ളൊരു കോഴ്സാണ്. പ്രത്യേകിച്ച് ജീവിതശൈലി രോഗത്തിൻ്റെ ഭാഗമായി പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ജീവിതശൈലി രോഗമാണ്. ഈ ജീവിതശൈലി രോഗത്തിൽ നിന്ന് ലഭിക്കുന്ന അനുബന്ധമായ രോഗമാണ് സ്ട്രോക്ക്. ഏതാണ്ട് BP കൂടുന്നൊരു ഘട്ടത്തിൽ നമുക്ക് സ്ട്രോക്ക് വരും. സ്ട്രോക്ക് വന്നാൽ പാരലൈസ്ഡ് ആവും. ചിലരെ ഫിസിയോതെറാപ്പിയിലൂടെ നമുക്ക് തിരിച്ചുകൊണ്ടുവരാൻ പറ്റും. ചിലര് പൂർണ്ണമായും ബെഡ്റിഡനായി മാറും. ഹൈപ്പർടെൻസീവ് സ്ട്രോക്ക് ഉണ്ട്. ഹൈപ്പർടെൻസീവ് സ്ട്രോക്കിന്റെ ഗ്രേവിനെസ്, അതിന്റെ തീവ്രത അനുസരിച്ചാണ് തിരിച്ചു വരുമോ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുക. ഇതിന്റെ ദുരിതം നിങ്ങൾ ഒരു പ്രയാസം കാണണമെങ്കിൽ നിങ്ങൾ തണലിന്റെ കുടുക്കിമുട്ട സ്ഥാപനത്തിൽ പോകണം. ബഹുമാനപ്പെട്ട ഡോക്ടർ ഇദ്രീസിന്റെ അവിടെ പോയാൽ പലതരത്തിലുള്ള ആളുകൾ സ്ട്രോക്ക് ബാധിച്ച്, സ്പൈൻ ഇഞ്ചുറി ബാധിച്ച് എല്ലാം കിടക്കുന്നവരുണ്ട്. ന്യൂറോട്ടിക് ഇഷ്യൂ ആണ്. ന്യൂറോ സർജറി കാണേണ്ട ഡോക്ടർമാർ, കാണേണ്ട ആളുകളൊക്കെ ഉണ്ടാവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്പൈൻ സെന്റർ. വളരെ പ്രധാനപ്പെട്ടതാണ്. ശരീരം തളർന്നു പോയവർ, ഈ കാലിന്റെ താഴെ തളർന്നു പോയവരെ നമ്മൾ പറയാ പാരാപ്ലീജിക് എന്നാണ്. അതാണ് മെഡിക്കൽ ടേം, പാരാപ്ലീജിക്. അതായത് കാലിന്റെ താഴെ പൂർണ്ണമായും തളർന്നു പോയവർ. തല മാത്രം അനക്കാൻ സാധിക്കുന്ന ആളുകളെ പറയാം ക്വാഡ്രിപ്ലീജിയ എന്നാണ്. ഈ ക്വാഡ്രിപ്ലീജിക്കായി ഈ രോഗിയെ നമുക്ക് കാണിക്കാൻ സാധിക്കുന്നത് സഖാവ് പുഷ്പനായിരുന്നു. ഏതാണ്ട് 30 വർഷം പുഷ്പൻ ക്വാഡ്രിപ്ലീജിയ ബാധിച്ച് ജീവിച്ചു. പക്ഷെ അതിൽ പിന്നീട് ഒരു മെഡിക്കൽ സംഘം വന്ന് പരിശോധിച്ചപ്പോൾ അവർ അത്ഭുതം കൊണ്ടു. ഇതെങ്ങനെയാണ് ഇത്രയും കളികൾ ജീവിച്ചത് ക്വാഡ്രിപ്ലീജിയായ? അവിടെയാണ് നമ്മൾ കാണേണ്ടത് ഒരു പ്രോപ്പറായ, വളരെ കൃത്യമായ മെഡിക്കെയർ ഒരാൾക്ക് നൽകിയാൽ 30 വർഷം വരെ ജീവിക്കാൻ സാധിക്കുമെന്ന് മെഡിക്കൽ സയൻസിനെ ബോധ്യപ്പെടുത്തിയ വ്യക്തിയാണ് സഖാവ് പുഷ്പൻ. അരക്ക് താഴെ തളർന്നു പോയവരുണ്ട്, ഒരു ഭാഗം തളർന്നു പോയവരുണ്ട്. ഇങ്ങനെ പല രോഗങ്ങൾ ബാധിച്ചവരെയും നമ്മൾ കാണേണ്ടത് അവരെ തള്ളിവിടലല്ല, അയ്യോ ഇനി എന്ത് രക്ഷ അല്ല, അവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. എങ്ങനെ? ഈ ഫിസിയോതെറാപ്പി സെന്ററിലൂടെ. ഈ ഫിസിയോ സെന്റർ നിങ്ങൾ ആലോചിക്കേണ്ടത്, പലർക്കും ഈ ഫിസിയോതെറാപ്പിയുടെ, പ്രോപ്പർ ഫിസിയോതെറാപ്പിയിലൂടെ പല തളർന്നുപോയ അവയവങ്ങളെയും പൂർണ്ണസ്ഥിതിയിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ പറ്റും. മെഡിക്കൽ സയൻസിനകത്ത് അഡ്വാൻസ് ചെയ്യുന്ന ഒരു പുതിയ മെഡിക്കൽ ശാഖയാണ് ഫിസിയോതെറാപ്പി. ഇപ്പോ പാരാമെഡിക്കൽ കോഴ്സാണ്, MBBS മെഡിക്കൽ കോഴ്സാണ്, പാരാമെഡിക്കൽ കോഴ്സാണ് B.Pharm-ഉം ഫിസിയോതെറാപ്പി, നഴ്സിംഗ് ഒക്കെ. അതിൽ ഇന്ന് വളരെയധികം പ്രാധാന്യവും പ്രാമുഖ്യവും ലഭിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സാണ് ഫിസിയോതെറാപ്പി. കാരണം ഈ ഫിസിയോതെറാപ്പി, പ്രോപ്പർ ഫിസിയോതെറാപ്പിയിലൂടെ ശരീരമാകെ തളർന്നു പോയവരെയും ഭാഗികമായി തളർന്നു പോയവരെയും എല്ലാം ഒരു പരിധി വരെ
തിരിച്ച് പൊതുജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. ഇപ്പോ ഞാൻ ഏതെങ്കിലും ഒരാളുടെ ഏജന്റായി സംസാരിക്കുന്നില്ല. ഇപ്പൊ പല ഫിസിയോതെറാപ്പി സെന്ററിനകത്തും പോയവരുണ്ട്. ഇപ്പൊ അതില് തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ഡോക്ടർ സിജോയെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. ഞാനവിടെ പറയാൻ കാരണം പലരും പങ്കുവെച്ച ആശയങ്ങളാണ്, അഭിപ്രായങ്ങളാണ്. അപ്പൊ അത് ചിലരൊക്കെ നല്ല കൈപ്പുണ്യുണ്ട്, ചിലർക്ക് നല്ല കൈക്ക് നല്ല വർക്കത്തുണ്ടാവുന്നു, അത് നല്ല കൈക്ക് വർക്കത്തുണ്ടാവും. ഇത് വളരെ ക്ഷമാപൂർവം ചെയ്യണം. ഇത് നിങ്ങൾ ആലോചിക്കേണ്ടത് ഏറെക്കാലമൊന്നും ആശുപത്രി കിടത്താൻ പറ്റിയെന്ന് വരില്ല. നിങ്ങളിപ്പോ നിങ്ങളുടെ ഡോക്യുമെന്റിൽ പറഞ്ഞു ഹോം കെയർ വളരെ അനിവാര്യമാണ്. വീടിനകത്ത് ഒരാൾക്ക് സ്ട്രോക്ക് വന്നാൽ അവരെ കുടുംബാംഗങ്ങൾക്ക് നോക്കാൻ സാധിച്ചെന്ന് വരില്ല. കാരണം എല്ലാവർക്കും അറിയണമെന്നില്ല. അവിടെയാണ് ഈ പ്രോപ്പർ ഫിസിയോതെറാപ്പിയിലൂടെ വളരെ സിസ്റ്റമാറ്റിക്കായി ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ട് അവരെ പൊതുജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കുക. അത് സാധിക്കും. കൈവിടലല്ല നമ്മൾ ഇവരെ. സ്ട്രോക്ക് വന്ന ഒരു ഭാഗം തളർന്നു പോയവർ, മുഖത്തിന്റെ ഒരു ഭാഗം കൂടിപ്പോയവർ, അവരെയൊന്നും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തലല്ല, മറിച്ച് അവരെ പൊതുജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുത്താണ്. അതിന് ക്ഷമാപൂർവ്വം നമുക്ക് വേണ്ടത് പ്രോപ്പർ ഫിസിയോതെറാപ്പിയാണ്. ഫിസിയോതെറാപ്പി സെന്ററിൽ പോയി ചെയ്യാൻ പറ്റുന്ന വരില്ല. അവിടെയാണ് നമ്മൾ കാണേണ്ടത്. പ്രോപ്പർ ഫിസിയോതെറാപ്പിക്ക് ഹോം കെയർ വളരെ അനിവാര്യമാണ്. അത്തരമൊരു ഹോം കെയർ നിങ്ങൾ നടത്തുന്നുള്ള സന്തോഷകരമായ കാര്യമാണ്. ഈ പാനൂർ മുസ്ലിം അസോസിയേഷന്റെ ഈ സ്ഥാപനം ഫിസിയോതെറാപ്പി സെന്റർ ഈ രീതിയിൽ നടക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യം. ഇനിയും നല്ല രീതിയിൽ പോകണം. മികച്ച നിലയിൽ ഈ സ്ഥാപനം മുന്നോട്ട് പോകണം. ഇവിടെ പുതിയ കോഴ്സുകളുടെ പ്രഖ്യാപനം നടത്താൻ പോകുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ 4ാം വാർഷികം ആഘോഷിക്കുന്ന ഘട്ടത്തിൽ ഈ സ്ഥാപനം ഒരു പുതിയ ഘട്ടം പിന്നിടാൻ പോവുകയാണ്. ഒരു പുതിയ ഘട്ടം, വളർച്ചയുടെ ഒരു പടവ് കൂടി താണ്ടാൻ പോവുകയാണ്. ഈ സ്ഥാപനത്തോട് സഹകരിക്കാൻ, ഇതിന്റെ ഉയർച്ചയിൽ ഇന്നലെ വരെ സഹകരിച്ചവരെല്ലാം നാളെയും ഇതുമായി സഹകരിക്കാൻ മുന്നോട്ട് വരണം. കാരണം അത്രമാത്രം സമൂഹത്തിൽ അനിവാര്യമായ ഒരു കോഴ്സായി ഫിസിയോതെറാപ്പി. തലശ്ശേരി ഞങ്ങളുടെ നെട്ടൂരിലാണ് ഹോസ്പിറ്റൽ ഫെഡറേഷന്റെ സ്ഥാപനമുള്ളത്. വലിയ ഡിമാൻഡാണ്. അതുപോലെ ഈ പാനൂരിൽ ആരംഭിക്കുന്ന ഈ ഫിസിയോതെറാപ്പി സെന്റർ 4ാം വാർഷിക ആഘോഷം കോഴ്സുകൾ കൂടി തുടങ്ങാൻ ആലോചിക്കുന്നത്. അലൈഡ് സയൻസിന്റെ ഭാഗമായി കോഴ്സ് ഉൾപ്പെടെ തുടങ്ങുന്ന ഒരു സ്ഥാപനമാക്കി വളർത്തിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നത്. അതിന് ഈ നാടിന്റെ പിന്തുണ നിങ്ങൾ എല്ലാവരും നൽകണമെന്ന് മാത്രം പറഞ്ഞ് നിങ്ങളെല്ലാം അനുവാദത്തോടെ 4ാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഒരു നാടില് പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ട് ആ മനുഷ്യരെന്താണോ സമൂഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് മുഴുവൻ ചെയ്തു കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് പാനൂർ മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ ഈ നാടിന് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യർ എല്ലാ നാട്ടിലും എല്ലാ കാലത്തും എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും അന്യന്റെ പ്രയാസങ്ങളുടെ കൂടെ നിൽക്കുക എന്നുള്ളത് ദൈവാരാധനയുടെ ഭാഗമാണ് എന്ന് കരുതി സുലൈമാൻ ഹാജിക്കായ പോലെയുള്ള ഒരു മനുഷ്യൻ മുന്നിൽ നിന്ന് നയിച്ചപ്പോഴും ഈ നാട് ഒരിക്കലും കാണാത്ത തരത്തിലുള്ള ഒരു ഇടപെടലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഇടപെടലിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നത്തെ ഈ 4ാം വാർഷിക സുദിനത്തിൽ ഇവര് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ഫിസിയോതെറാപ്പി സെന്റർ കൂടി കാണേണ്ടത്. ബഹുമാനപ്പെട്ട സ്പീക്കർ സൂചിപ്പിച്ചതുപോലെ ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് ഒരു മഹത്തരമായ ഒരു നാടിന് അത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും, ഏതൊക്കെ അർത്ഥത്തിലായിരിക്കും മാറ്റങ്ങൾ ഉണ്ടാവുക എന്ന് നമുക്ക് പറയാൻ കഴിയുന്നതിലും അപ്പുറത്താണ് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. വെറുതെ ചുറ്റുപാടിന്റെ പ്രയാസങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മാത്രം ശേഷിയിൽ ഭിന്നരായ മക്കള് 8 ലക്ഷത്തോളമാണ് വരിക. കേരളത്തിൽ മാത്രം. അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം എന്ന് പറയുന്നത് ഏതോ അർത്ഥത്തിൽ ഫിസിയോതെറാപ്പി വേണ്ട, കയ്യോ കാലോ ഒക്കെ പ്രയാസം അനുഭവിക്കുന്ന മക്കളാണ്. നിങ്ങൾ കാണുന്ന കേരളത്തിന്റെ ആ പോപ്പുലേഷന്റെ കൂട്ടത്തിൽ 2.2% നിങ്ങൾ കാണുന്ന 100 പേരിൽ 2.2% ശേഷിയിൽ ഭിന്നരായ മക്കളാണ്. ആ മക്കൾക്ക് തന്നെ വേണ്ട അർത്ഥത്തിൽ ഫിസിയോതെറാപ്പിയോ മറ്റു സംഗതിയോ ലഭിച്ചു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, ജീവിതത്തിലേക്ക് തിരികെ വരാൻ അവർക്ക് കഴിയുമെന്ന് 100% ബോധ്യമുള്ള ആളുകളാണ് ഞാൻ നിങ്ങൾ നോക്കി.
ഇനി സ്റ്റോക്കിന്റെ കാര്യമാവട്ടെ, മുതിർന്ന ആളുകളിൽ ഇത്തരം സംഗതികളാവട്ടെ, ഇന്ത്യ രാജ്യത്ത് മാത്രം ഒരു വർഷം 18 ലക്ഷം മനുഷ്യരാണ് സ്ട്രോക്ക് കാരണം തളർന്നു പോയി കിടക്കുന്നത്. ആ മനുഷ്യരേക്ക് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ എന്തേ മാർഗമെന്ന് ചോദിച്ചാൽ സംശയമൊന്നുമില്ല, തെറാപ്പിസ്റ്റുകളുടെ എണ്ണം തന്നെയാണ് അതിൽ ഏറ്റവും വെല്ലുവിളിയായി നിൽക്കുന്ന ഒരു സംഗതി. കേരളത്തിലുള്ള ശേഷിയിൽ ഭിന്നരായ മക്കളുടെ വിഷയം വെച്ച് മാത്രം നിങ്ങളൊന്ന് അളന്നു നോക്കിയാൽ അതിന്റെ കൂടെ ഏതോ ഒരർത്ഥത്തിൽ ഈ സ്ഥാപനത്തിലുള്ളത് പോലെയുള്ള ഒരു ഭാഗം തളർന്നു കിടക്കുന്ന, കാലുകൾ രണ്ടും തളർന്നു കിടക്കുന്ന, ബഹുമാനപ്പെട്ട സ്പീക്കർ സൂചിപ്പിച്ചതുപോലെ കഴുത്തിന് താഴെ തളർന്നു കിടക്കുന്ന ആ മനുഷ്യരുടെയൊക്കെ നമ്പർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെയൊക്കെ വിഷയത്തിൽ ഇടപെടാൻ എന്റെ ഏറ്റവും പ്രതിസന്ധി, ഏറ്റവും പ്രയാസമുള്ള സംഗതി എന്തേ എന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട, തെറപ്പിസ്റ്റുകളുടെ എണ്ണമാണ് എന്ന് 100% ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും. ഈ കേരളത്തിൽ മാത്രം ഇതിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് ഒക്കുപേഷൻ തെറാപ്പിയും ഫിസിയോതെറാപ്പിയുള്ള ആളുകളുടെ എണ്ണം എത്രയേ വേണ്ടൂ എന്ന് വെറുതെ ചോദിച്ചാൽ അതിന്റെ എണ്ണം ഏകദേശം 20,000-ഓളം ഫിസിയോതെറാപ്പിസ്റ്റുകളും ഒക്കുപേഷൻ തെറാപ്പിസ്റ്റുകളും ഈ കേരളത്തിന് വേണ്ടി മാത്രം വേണ്ടതുണ്ട്. പക്ഷെ കേരളത്തിൽ നിന്ന് ഒരു വർഷം ഒക്കുപേഷൻ തെറാപ്പി കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന കുട്ടികളുടെ എണ്ണം എത്രയെന്ന് ചോദിക്കുമ്പോഴാണ് അത്ഭുതം ഉണ്ടാവുക. വേണ്ടത് 20,000-ഓളം ആളുകളാണ്. ഒരു വർഷം നമ്മുടെ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒക്കുപേഷൻ തെറാപ്പിസ്റ്റുകളുടെ എണ്ണം 100-ൽ താഴെ മാത്രമാണ്. അവിടെയാണ് നമുക്ക് മനസ്സിലാക്കുക ഫിസിയോതെറാപ്പിസ്റ്റുകൾ കുറച്ച് കൂടുതലുണ്ടെങ്കിലും ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ അർത്ഥത്തിലേക്ക്, ജീവിതത്തിലേക്ക് തിരികെ വരാൻ ഈ സ്ഥാപനത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാം. ഒരു രോഗിക്ക് ഒരു തെറാപ്പിസ്റ്റ് എന്നുള്ള തോതിൽ വളരെ കൃത്യമായി സയന്റിഫിക്കായി കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് യഥാർത്ഥ അർത്ഥത്തിലുള്ള ഗുണം ആ മനുഷ്യർക്കും കൂടി ഉണ്ടാവുക. അപ്പോ പറഞ്ഞു വരുന്ന ഒരു സംഗതി, 20,000-ലധികം വേണ്ടി വരുന്ന ഒരു സമയത്താണ് ഒരു വർഷം കേരളത്തിൽ നിന്ന് മാത്രം പുറത്തേക്ക് ഇറങ്ങുന്ന 100-ൽ താഴെ വരുന്ന ഒക്യുപേഷൻ തെറാപ്പിസ്റ്റുകളും ഏകദേശം 1000-ലടുത്ത് വരുന്ന ഫിസിയോതെറാപ്പിസ്റ്റുകളുടെയും എണ്ണം. അവിടെയാണ് പാനൂർ മുസ്ലിം അസോസിയേഷൻ അടുത്ത ഘട്ടത്തിലേക്ക് എങ്ങനെ കടക്കണമെന്ന് ആലോചിക്കുന്ന സമയത്ത് അത് മറ്റർത്ഥത്തിൽ പാലിയേറ്റീവ് പോലെ അല്ലെങ്കിൽ ഡയാലിസിസ് പോലെയൊക്കെ ഉള്ള ഒരു സംഗതിയിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൂടി ഇറങ്ങിക്കൊണ്ട് നാളെയുടെ ലോകത്തിന്, നാളെയുടെ കേരളത്തിന്റെ സാമൂഹ്യ അവസ്ഥയിൽ അതല്ലെങ്കിൽ ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ എന്തേ കഴിയുക എന്നുള്ള ചോദ്യത്തിന് ഒരു സംശയം വേണ്ട, ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പ്രോസസ്സിനാണ് സുലൈമാൻ ഹാജിക്കയുടെയൊക്കെ നേതൃത്വത്തിൽ പാനൂർ മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ തുടക്കമിട്ടിരിക്കുന്നത്. അത് മനുഷ്യത്വമുള്ള, നാടിനെ തിരിച്ചറിയുന്ന, മനുഷ്യന്റെ വേദനകളെ തിരിച്ചറിയുന്ന, മനുഷ്യന്റെ പ്രയാസങ്ങളിൽ മനുഷ്യത്വപരമായി ഇടപെടാൻ കെൽപ്പുള്ള ഈ ഒരു സംഗതിയുടെ വ്യത്യാസം എന്തേ എന്ന് ചോദിച്ചാൽ, വിദ്യാഭ്യാസം ഇന്നൊരു കച്ചവടവൽക്കരിക്കപ്പെട്ട ഒരു കാലത്താണ് അല്ലെ. ആരോഗ്യം, വിദ്യാഭ്യാസമാണ് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സംഗതി. ആ രണ്ട് സംഗതിയും പൂർണ്ണമായി കച്ചവടവൽക്കരിച്ച വൃത്തികെട്ട കച്ചവടം എന്ന് തന്നെ പറയണം. ആ അർത്ഥത്തിലേക്ക് എത്തി നിൽക്കുന്ന വർത്തമാന കാലത്ത് എങ്ങനെയാണ് പ്രയാസം? നമുക്കറിയാലോ, നാട്ടിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നമ്മളൊക്കെ പിരിവ് കൊടുക്കുന്നതും പിരിവ് എടുക്കുന്നതൊക്കെ മനുഷ്യന്മാരാണ്. എന്തിനേ പിരിവെടുക്കുന്നത്, എന്തിനേ പിരിവ് കൊടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയോ ഉള്ള ഏതോ ഒരു കച്ചവട സ്ഥാപനത്തിന് കൊണ്ടുകൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പണിയാണ്. ആ പണിയിൽ നിന്നും വ്യത്യസ്തമായി നാളെയുടെ കേരളത്തിന് വളരെ കൃത്യമായിട്ടുള്ള ദിശാബോധം, അങ്ങനെ തന്നെ പറയാനുള്ള കാരണം വ്യത്യസ്തങ്ങളായിട്ടുള്ള കമേഴ്ഷ്യലൈസ് ചെയ്തിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഇത്തരം കേസുകൾ ഉണ്ടാവും. പക്ഷെ ആ കേസുകൾ അവർ മനുഷ്യരായി കാണുന്നതിനപ്പുറത്തേക്ക് അതൊരു അവരുടെ ഈ ഒരു പ്രോസസ്സിന്റെ ടൂളായിട്ടാണ് അവർ കാണുക. അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് പാനൂർ അസോസിയേഷൻ ഒരു ഫിസിയോതെറാപ്പി കോളേജ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ പ്രത്യേകത എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ, ആ വളരെ കൃത്യമായ തിരിച്ചറിവുള്ള അത്രമേൽ ആളുകളുള്ള ബഹുമാനപ്പെട്ട ഡോക്ടറുടെ ഒക്കെ നേതൃത്വത്തിൽ ഈ സ്ഥാപനത്തിൽ നടക്കുന്ന ഫിസിയോതെറാപ്പി അതൊരു കമ്മ്യൂണിറ്റി മോഡലാണ്. പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യരെ ഒന്ന് ചേർത്ത് പിടിച്ച് നടത്തുന്ന ആ മോഡലിന് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ മനുഷ്യരെ അതേ അർത്ഥത്തിൽ തന്നെ മനുഷ്യത്വപരമായി ഇടപെടാൻ കഴിയുന്ന കെൽപ്പുള്ള
ഒരു യുവതയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, ഒരു ഫിസിയോതെറാപ്പിസ്റ്റുകളെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, ഇതാണ് ആ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. മറ്റ് സ്ഥാപനങ്ങൾ അവിടെ വെറും തിയറിയോ അതിനനുസരിച്ച് സംഗതിയോ മാത്രമാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ഇവിടെ അതിന്റെ പ്രത്യേകത, അത് തിയറി പഠിപ്പിക്കുന്നതിന്റെ കൂടെ മനുഷ്യൻ അനുഭവിക്കുന്ന വേദനയെ, ആ വേദനയിൽ എങ്ങനെ സാന്ത്വനമാവാമെന്ന് വളരെ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവസാനം പുറത്തിറങ്ങുന്ന ആ പയ്യൻ അല്ലെങ്കിൽ ആ ആണ്, ആ പെണ്ണ് ലോകത്തിന്റെ ഏത് ഭാഗത്താണ് തെറാപ്പിസ്റ്റായി പോകുന്നതെങ്കിൽ കൂടിയും അവന്റെ ഉള്ളിൽ പഠിച്ച സ്ഥാപനത്തിൽ നിന്നുള്ള അവരനുഭവിക്കുന്ന പെയിൻ വളരെ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് അത് പുറം ലോകത്തേക്ക് ഞാൻ ഇടപെട്ടാൽ മാത്രമാണ് ദൈവം തമ്പുരാൻ എനിക്ക് തന്ന അനുഗ്രഹമാണ് ഈ വിദ്യാഭ്യാസം എന്ന തിരിച്ചറിവിന്റെ പുറത്ത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ അടുത്ത് വരുന്ന ആ മനുഷ്യര് നാളെയുടെ എന്റെ ജീവിത വിജയത്തിന്റെ ഭാഗമാണ് എന്ന തിരിച്ചറിവിന് പുറത്ത്, അതൊരു വലിയ തിരിച്ചറിവാണ്. ആ പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യൻ അത് എന്റെ നാളെയുടെ ജീവിത വിജയത്തിന് നിദാനമാവാൻ സാധ്യതയുള്ള ഒരാളാണ് എന്ന തിരിച്ചറിവിന് പുറത്ത് മനുഷ്യത്വത്തോടു കൂടി അവനെ കാണാനും അവരെ ഒന്ന് ചേർത്ത് പിടിക്കാനും അവന്റെ വിഷയത്തിൽ ഇടപെടാനും കഴിഞ്ഞാൽ മാത്രമാണ് അത് ആ തരത്തിലുള്ള റിസൾട്ട് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുക. അങ്ങനെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നല്ലേ, വെറുതെ നമ്മൾ ആലോചിച്ചു നോക്കും. ഞാനും നിങ്ങളൊക്കെ ഒരു പ്രായം കഴിഞ്ഞ മനുഷ്യരാണ്. ഞാനും നിങ്ങളൊക്കെ വളരെ ഉഷാറായി ഇപ്പോഴും ഹെൽത്തി ആയിട്ടാണ് നടക്കുന്നത്. പക്ഷെ എന്റെ നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ കുറവുള്ള മനുഷ്യര് അത് തളർന്നിട്ടോ, അത് തകർന്നിട്ടോ, നട്ടെല്ല് തകർന്നിട്ടോ, ഒരു ഭാഗം തളർന്നിട്ടോ ബെഡിൽ കിടന്നുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ പറയും അത് മറ്റെന്തൊക്കെയോ വിഷയത്തിന്റെ. അതിലാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ആ തിരിച്ചറിവിന് പുറത്ത് ധാർമ്മികതയുള്ള ഒരു തെറാപ്പിസ്റ്റുകളെ പുറത്തേക്ക് വാർത്തെടുക്കാൻ ഈ അസോസിയേഷന്, ഈ ഒരു സംഗതികളുടെ കൂടെ കഴിയുമെന്ന് 100% ഉറപ്പാണ്. വൈ? ബിക്കോസ് അതിന്റെ നേതൃനിരയിൽ സുലൈമാൻ ഹാജിയെ പോലെയുള്ള ആളുകളാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഇത് ഈ അർത്ഥത്തിൽ. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ലോകത്തിന്റെ ഏത് കോണിലേക്കും പോവാൻ ഈ ഒരു അർത്ഥത്തിലേക്ക് ഇടപെടാൻ കെൽപ്പുള്ള ഒരു ടീമിനെ വാർത്തെടുക്കാൻ ഈ ഒരു സെന്റർ കൊണ്ട് ഇവർക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാഗങ്ങളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. നമുക്ക് നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഈ ഫിസിയോതെറാപ്പിയും പാലിയേറ്റീവ് കെയർ സെന്ററിന്റെ 4ാം വർഷം ആദ്യമായിട്ട് ഞാൻ നിങ്ങൾ എല്ലാവർക്കും എന്റെ ആശംസകൾ പറയുന്നുണ്ട്. എല്ലാവർക്കും നന്ദി പറയുന്നുണ്ട്. എത്ര നല്ല രീതിയിലാണ് നിങ്ങളെല്ലാവരും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തായാലും എനിക്ക് ഇപ്പൊ മനസ്സിലായത്, കേരളത്തിന്റെ മെഡിക്കൽ പ്രൊഫൈൽ മറ്റുള്ള സംസ്ഥാനത്തിനെ കുറിച്ച് വേറെയാണ്. ഇവിടുത്തെ എങ്ങനെയായിട്ടില്ല നമുക്ക് പ്രത്യേകം നോക്കുമ്പോൾ മലേറിയവും പിന്നെ ചിക്കൻ ഗുനിയ, ഡെങ്കു ഒക്കെ കേസുകൾ ഇല്ലെങ്കിൽ മറ്റുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്ന അങ്ങനെ ആയിട്ടുള്ള സംവിധാനങ്ങളിൽ ഒന്നുമില്ല. പക്ഷെ ജീവിതശല്യത്തിന്റെ കുറെ പ്രശ്നങ്ങളാണ് ഇവിടെ വരുന്നുണ്ട്. ഡയബറ്റീസ് ഇല്ലെങ്കിൽ ഹൈ BP ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ട്. അതേ പ്രകാരമാണ് വരുന്ന ഹാർട്ടും പിന്നെ ഇല്ലെങ്കിൽ ലങ്സിന്റെ പ്രശ്നങ്ങളായതുകൊണ്ട് അത് സ്ട്രോക്കും മറ്റുള്ള കാര്യങ്ങളാണ് വരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ആളുകളുടെ ഏജ് പ്രൊഫൈലും അങ്ങനെ തന്നെയാണ്. കൂടുതലായിട്ടുള്ള നമുക്കിടെ മുതിർന്ന പൗരന്മാർ ഉണ്ട്. എങ്ങനെ ആയിട്ടുള്ള പോപ്പുലേഷനിന്റെ ഗ്രോത്ത് ആണ് നമുക്ക് പോകുന്നുണ്ട്. ഇനി വന്ന വർഷങ്ങളിൽ കേരളത്തിന്റെ മുതിർന്ന പൗരന്മാരുടെ നമ്പർ കൂടുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ രീതിയിൽ അവർക്ക് ബന്ധപ്പെട്ടായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ടുള്ള ഉള്ളത്. അതിന്റെ എനിക്ക് മനസ്സിലായത് അവർക്ക് എന്ത് വേണ്ടത്, മരുന്നുകൾ കഴിച്ചിട്ട് ജീവിക്കാൻ എന്തെങ്കിലും ഒരു കെയർ അവർക്ക് വേണ്ട. പക്ഷേ പാലിയേറ്റീവും ആയിട്ടുള്ള കെയർ എന്തെങ്കിലാണ് അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അത് റെഗുലറായിട്ട് നിരന്തരമായിട്ടുള്ള കെയർ ചെയ്തിട്ട് പരിഹരിക്കാനാണ് നമുക്ക് വേണ്ടത്. ഇപ്പോ ഉദാഹരണം വെച്ചാൽ ഒരാളെ എന്തെങ്കിലും പോകുന്നുണ്ട്, അവർക്ക് എന്ത് പ്രശ്നമുണ്ട് ശരിക്കും അവർക്ക് ചോദിച്ചാൽ അവർക്ക് പറയാൻ പറ്റില്ല. അവർ പറയും എന്റെ കാലിന് വേദന ഉണ്ട്, ഇല്ലെങ്കിൽ കയ്യിലെ വേദന ഉണ്ട്. അത് നിരന്തരമായിട്ട് നടക്കുന്ന പോകുന്നതാണെങ്കിൽ ഇല്ലെങ്കിൽ എക്സസൈസ് ചെയ്താൽ മാത്രം അത് അവർ ശരിയാവും. അതാണ് നിങ്ങൾ പറയുന്നുണ്ട് ഇന്ന രീതിയിൽ പാലിയേറ്റീവ് കെയർ ആണ് ഇല്ലെങ്കിൽ ഫിസിയോതെറാപ്പിയാണ്. അതാണ് നമ്മുടെ മുതിർന്ന പൗരന്മാരുടെ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കെയർ ആണ്. അതേ കാരണമാണ് ഞാൻ നോക്കിയിട്ട് വളരെ സന്തോഷം. എവിടെയാണ് നിങ്ങൾ കേരളത്തിൽ ഓൾറെഡി കുറച്ച് എങ്ങനെയായിട്ടുള്ള സംസ്ഥാനങ്ങളുണ്ട്, എങ്ങനെയായിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്, ഏതെങ്കിലും പാലിയേറ്റീവ് കെയറും ഫിസിയോതെറാപ്പി ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതേ ഒരു
സ്ഥാപനമാണ്. ഞാൻ കണ്ടിട്ട് വളരെ സന്തോഷം. ഇവിടുത്തെ ഡോക്ടറും എല്ലാവരും സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് നൂറുകണക്കായിട്ടുള്ള ആളുകളാണ് ഡെയിലി ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. എല്ലാ സ്ഥലത്തിന്റെ ഇപ്പോൾ അഡൽട്ട്സ് ആണോ, ജെറിയാട്രിക് ആണോ, മുതിർന്ന പൗരന്മാരാണോ, വർക്കിംഗ് ആയിട്ടുള്ള ആളുകളാണോ, എല്ലാവരുമാണ് ഇവിടെ ഫിസിയോതെറപ്പിന്റെ സേവനമാണ് അവർക്ക് ലഭിക്കുന്നുണ്ട്. അതേ പ്രകാരമാണ് നമുക്ക് എല്ലാ സ്ഥലത്തിലാണ് എല്ലാ ഏജ് ഗ്രൂപ്പിലെ ആളുകളാണ് കെയർ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഈ ലൈഫ് സ്റ്റൈലിന്റെ ജീവിതശൈലത്തിന്റെ പ്രശ്നം എന്തെങ്കിലുണ്ട്, അത് നമുക്ക് ഈ പാലിയേറ്റീവും പിന്നെ ഫിസിയോതെറപ്പി ആയിട്ടുള്ള കെയറിൽ മാത്രമാണ് പരിഹരിക്കാൻ പറ്റും. അതിന്റെ കൂടുതലായി അതിന്റെ കൂടെ നമുക്ക് ആവശ്യമാണ്, കൂടാതെ നമുക്ക് ആവശ്യമാണ് ഈ എക്സസൈസും, നിരന്തരമായിട്ടുള്ള എക്സസൈസും. നിങ്ങൾ എല്ലാവർക്കും എന്തോ ഒരു ചെറിയൊരു ആഗ്രഹമാണ്, എല്ലാ ദിവസവും 6 മണിക്കൂർ എന്തായാലും കളിക്കുന്ന ശേഷം നിങ്ങൾ ജസ്റ്റ് അതിന് തൊട്ട് മുമ്പേ ഒന്ന് നടക്കാൻ പോകണം. അതാണ് വേണ്ടത്. അതായിട്ട് ചെയ്യാനാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഫിറ്റാക്കാൻ പറ്റും. എങ്ങനെയായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെ കഴിച്ചാലും നമുക്ക് അത് ബാധിക്കില്ല. ഇപ്പോ സിമ്പിൾ ആയിട്ടുള്ള ഒരു നടക്കാൻ പോകാനാണെങ്കിലും അത് നമ്മൾ പാലിയേറ്റീവ് കെയർ ആണ് പറയുന്നുണ്ട്. സോ വളരെ ഫോർവേഡ് തിങ്കിങ് അപ്രോച്ച് ആയിട്ടുള്ള പോകുന്ന ഇതൊരു സ്ഥാപനമാണ്. അതിന്റെ ഒരു നല്ല പുരോഗതി നോക്കിയിട്ടാണ് വളരെ സന്തോഷമാണ്. ഇപ്പോഴും എല്ലാവരും പറയുന്നുണ്ട് തൊട്ടടുത്തായിട്ടുള്ള ഒരു കെട്ടിടത്തിൽ ഇപ്പൊ ഫിസിയോതെറപ്പിന്റെ ക്ലാസ്സുകളും കോഴ്സ് കൂടി കൊടുക്കാനുണ്ട്. അത് നമുക്ക് ഗുണമാണ്. കാരണം ഞാൻ പറഞ്ഞ പ്രകാരം കുറച്ച് വർഷത്തിന്റെ ശേഷം മുതിർന്ന പൗരന്മാരുടെ സംഖ്യ നമുക്ക് കൂട്ടും. അവർക്ക് നോക്കാൻ വേണ്ടി നമുക്ക് എങ്കറായിട്ടുള്ള പാലിയേറ്റീവും ഫിസിയോതെറപ്പി കെയറിന്റെ ആളുകളാണ് വേണ്ടത്. അതേ കാരണം ഇത് കുറച്ച് വർഷത്തിന്റെ ശേഷം എങ്ങനെയായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് നല്ല ഒരു ഗുണമായിട്ടുള്ള അത് നമുക്ക് നമ്മുടെ സമൂഹത്തിന്റെ കാണാൻ പറ്റും. ഈ എല്ലാവർക്കും ഇന്നത്തിന്റെ വേണ്ടിയും ഇനിയും വന്ന വർഷത്തിന്റെ വേണ്ടിയും എല്ലാ ആശംസ പറഞ്ഞിട്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട സബ് കളക്ടർ ശ്രീ കാർത്തിക് പാണിഗ്രാഹി IAS അടക്കമുള്ള വേദിയിൽ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളെ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, പാനൂർ ഫിസിയോതെറാപ്പി സെന്ററിന്റെ നാലാമത് വാർഷികത്തോടനുബന്ധിച്ച് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ച നാടിന്റെ നന്മ ലക്ഷ്യം വെച്ച് ഇത്തരത്തിൽ നൂതനമായ ഒരുപാട് പദ്ധതികളുമായിട്ട് മുന്നോട്ട് വന്ന പാനൂർ ഫിസിയോതെറാപ്പി സെന്ററിന്റെ ഭാരവാഹികളെ ഞാൻ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ്. ഇവിടെ കുറച്ച് സമയം ഇതിന്റെ സ്ലൈഡ് ഞാൻ കണ്ടു. ജീവിതത്തിൽ തളർന്നു പോയിട്ടുള്ള ഒരുപാട് ശാരീരികമായ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്ക് വലിയൊരു അത്താണിയായി കഴിഞ്ഞ 4 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും 3 വർഷത്തിലധികമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥാപനം പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, ചികിത്സാ ചെലവ് എന്ന് പറയുമ്പോൾ വലിയ സാമ്പത്തിക ബാധ്യതകൾ അടിച്ചേൽപ്പിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പ്രദേശത്ത് ഇത്തരത്തിലൊരു മാതൃകാപരമായ ഒരു പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായി പങ്കുവഹിച്ച ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. എനിക്ക് ഈ ഒരു ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കഴിഞ്ഞ വർഷം എന്റെ ഒരു കുടുംബത്തിന് വലിയൊരു അപകടം സംഭവിച്ചു. അപ്പൊ ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾ ഇങ്ങനെ അപകടം സംഭവിച്ച വാർത്തകൾ ഞങ്ങൾക്ക് പോയപ്പോൾ വലിയ ഗുരുതരമായി പരിക്ക് പറ്റി. നമ്മുടെ ജില്ലയ്ക്ക് തൊട്ടടുത്തൊരു ജില്ലയിലൊരു പ്രധാനപ്പെട്ട ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. 3 മാസത്തോളം അവരെ അഡ്മിറ്റ് ചെയ്ത് 10-20 ലക്ഷത്തിലധികം രൂപ ചികിത്സാ ചെലവായി. അത് കഴിഞ്ഞ് 3 മാസത്തോളം നല്ലൊരു ഫിസിയോതെറാപ്പി സെന്ററിൽ ഫിസിയോതെറാപ്പി ചെയ്യണമെന്നുള്ള ഒരു അഡ്വൈസാണ് ഡോക്ടർമാർക്ക് ലഭിച്ചത്. ഞങ്ങൾ കണ്ണൂർ ജില്ലയിലെ സ്വകാര്യമോ മറ്റും ആയുള്ള ഗവൺമെന്റ് മേഖലയൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ എവിടെയും നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള ചികിത്സ ഫിസിയോതെറാപ്പി നടത്താൻ പറ്റാവുന്ന സ്ഥാപനങ്ങൾ കിട്ടിയില്ല. കണ്ണൂരിൽ തന്നെ 1-2 ചെറിയ പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് ബന്ധപ്പെട്ടപ്പോഴും അവിടെയൊക്കെ ഫുള്ളായിരുന്നു. അങ്ങനെ തൊട്ടടുത്ത ഒരു ജില്ലയിൽ ഞങ്ങളൊരു ഇതുപോലത്തെ ഫിസിയോതെറാപ്പി സെന്ററിൽ 3 മാസത്തോളം ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ വേണ്ടി സാധിച്ചത്. ആ 3 മാസക്കാലം കൊണ്ട് നമുക്ക് വലിയ സാമ്പത്തിക ബാധ്യതകളായിട്ടുണ്ട്. നമുക്കറിയാം, തൊട്ടടുത്തൊരു ഇതുപോലൊരു ഫിസിയോതെറാപ്പി സെന്റർ ഇല്ലാത്തതിന്റെ ഒരു വിഷമം വളരെയധികം നേരിട്ട ഒരു വ്യക്തി എന്ന നിലയിൽ തീർച്ചയായും ഈ പ്രദേശത്ത് ഒരുപാട് പാലിയേറ്റീവ് രംഗത്ത് ഒരുപാട് ജനങ്ങൾക്ക്, നൂറുകണക്കിനായ ആളുകൾക്ക്
വലിയൊരു അത്താണിയായി സഹായിയായിട്ട് പ്രവർത്തിച്ചു വരുന്ന പാനൂർ പാലിയേറ്റീവ് ഫിസിയോതെറാപ്പിന്റെ ഈ ഒരു പ്രവർത്തനം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നാടിന്റെ തന്നെ വലിയൊരു അഭിമാനമാണ്, നേട്ടമാണ്. തീർച്ചയായിട്ടും പുതിയ പദ്ധതികളുമായി ഫിസിയോതെറാപ്പി കോളേജിലേക്ക് അടക്കം ശ്രദ്ധിക്കാവുന്ന രീതിയിലേക്ക് പുതിയ പദ്ധതികളായിട്ട് പോകുന്ന ഈ ഒരു സെന്ററിന് എന്റെ എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരു ദിവസം നമ്മുടെ പാനൂരിൽ നിന്ന് ഒരു 16 വയസ്സുള്ള ഒരു പയ്യൻ, ആ പയ്യന്റെ അമ്മ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പറയുകയാണ്, സർ എന്റെ മകൻ ലഹരിക്കടിമപ്പെട്ട് നമ്മളെയൊക്കെ ആക്രമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒന്ന് നിങ്ങൾ നമ്മുടെ മകനെ സഹായിക്കണം, അവന് ഏതെങ്കിലും ഒരു ഡി അഡിക്ഷൻ സെന്ററിലേക്ക് എത്തിക്കണം. ഞങ്ങളെ ഇവിടുത്തെ പാനൂർ പോലീസും ഒക്കെ ചേർന്നുകൊണ്ട് അവസാനം ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആ പയ്യനെ ഇപ്പം ഡി അഡിക്ഷൻ സെന്ററിൽ ഏൽപ്പിച്ച് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ രീതിയിൽ നമ്മുടെ പുതിയ തലമുറയിൽ യഥാർത്ഥ രീതിയിൽ ലഹരി മാഫിയകൾ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ എല്ലാ പ്രദേശത്തും ഓരോ ദിവസവും നിങ്ങൾക്കറിയാം, ഇന്ന് പഠിക്കുന്ന പത്രങ്ങളിലും മാധ്യമങ്ങളിലും വരുന്ന വാർത്തകൾ, ഇന്ന് പാനൂരും പരിസരങ്ങളിലും ഒക്കെ തന്നെയുള്ള കുട്ടികളടക്കം തന്നെ ഈ ഒരു വലിയൊരു വരക്കണ്ണികൾ അകപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ആ ഒരു ഈ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നമുക്കറിയാം എക്സൈസും പോലീസൊക്കെ ചെയ്യുന്ന പോരാട്ടം, ഒരു ഭാഗത്ത് അവയർനെസ് പരിപാടികളും മറുഭാഗത്ത് ഇത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ഈ മാഫിയകളെ തകർക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും ഈ ഒരു സ്ഥാപനം, ഈ ഒരു പ്രദേശത്തുള്ള നിങ്ങൾ ഓരോരുത്തരും ഇതിനെതിരായിട്ട് പോലീസിനെ സഹായിക്കുന്ന രീതിയിൽ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നിങ്ങളും ഒരുമിച്ചുണ്ടാകണം. ഇതുപോലുള്ള കുട്ടികൾക്കും ജനങ്ങൾക്കും ഡി അഡിക്ഷൻ സെന്റർ പോലും ഇന്ന് വളരെയധികം വലിയ ബുദ്ധിമുട്ട്, സാമ്പത്തിക ബാധ്യതകളാകുന്ന ഒരു സാഹചര്യത്തിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്കും ഏതെങ്കിലും രീതിയിൽ സഹായഹസ്തം ചെയ്യാവുന്ന രീതിയിൽ അങ്ങനെയുള്ളവർക്ക് പുനരധിവാസത്തിന് ആവശ്യമായ കാര്യങ്ങളടക്കം ചെയ്യാൻ വേണ്ടി സാധിക്കുമെങ്കിൽ തീർച്ചയായും അതും വലിയൊരു ഈ ഒരു കാലഘട്ടത്തിൽ ചെയ്യുന്ന വലിയൊരു കാര്യമായിരിക്കും. തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഈ ഒരു പാനൂർ ഫിസിയോ സെന്ററും അതിന്റെ ഭാരവാഹികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, ഫിസിയോതെറാപ്പി, പാലിയേറ്റീവ് എന്നൊക്കെ പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നവരായിട്ടുള്ള ആളുകൾ നമ്മുടെ ഇടയിലൊക്കെ തന്നെയുണ്ട്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ എസ് അക്കാദമിയൊക്കെ തന്നെ അതിൽ വളരെ എന്താ പറയുക, എത്രയോ പ്രശംസനീയമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ്. ഇവിടുത്തെ പാലിയേറ്റീവ് എന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരീരത്തിന് എന്തെങ്കിലും ദോഷകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അത് മാറ്റിക്കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. ഇപ്പോൾ ഇവിടെ നമ്മളെ ഇതിൽ കാണിച്ചു, ചാനലിൽ കാണിച്ചു ഈ കാര്യങ്ങളൊക്കെ തന്നെ. ഞാൻ കൂടുതൽ കാര്യങ്ങളൊക്കെ ഒന്നും കിടക്കുന്നത് ഇന്ന് ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം ആയുഷ് ദിനം കൂടിയാണ്. ഞാനൊരു പഞ്ചകർമ്മ ചികിത്സാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജ് നിർവഹിക്കുന്നത്, അതിൽ അധ്യക്ഷത വഹിച്ചിട്ടാണ് ഞാൻ വരുന്നത്. അപ്പൊ ഇത് പറയുന്നത് എല്ലാം ചേർന്നുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും. പാലിയേറ്റീവിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നതും അതാണ്. അത് നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രൂപത്തിലേക്ക് അതിന്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് സുലൈമാനാജിയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ അതൊക്കെ തന്നെ വളരെ നല്ല രീതിയിലാണ്. അതിൽ വലിയൊരു സമ്പാദ്യം ഉണ്ടാക്കുക എന്നതല്ല ലക്ഷ്യം, മറിച്ച് സാധാരണക്കാരനെയും പാവപ്പെട്ടവനെയും സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള പാലിയേറ്റീവ് കേന്ദ്രങ്ങളൊക്കെ തന്നെ ഉണ്ടാവുന്നത്. ആ പാലിയേറ്റീവ് കേന്ദ്രങ്ങളിലൂടെ വന്നു ചേർന്നുകൊണ്ട് ഇവിടെ പറഞ്ഞതുപോലെ കൈകാലുകൾക്ക് സ്വാധീനമില്ലാത്തവർക്കൊക്കെ തന്നെ അത് സ്വാധീനം ഉണ്ടാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള. അതോടൊപ്പം തന്നെ അവർ മാനസികമായിട്ട് അവർ സംരക്ഷിക്കുക, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും എത്ര കൈകാലുകൾക്കും കൈകൾക്കും ആരോഗ്യമില്ലെങ്കിലും നമ്മുടെ മാനസിക ആരോഗ്യം ലഭിക്കുമെങ്കിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് പറഞ്ഞു ചെയ്യുന്നതാണ്. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിന്നെ ഞങ്ങൾ എല്ലാ നിലയിലും നന്മയിലേക്ക് എത്തിക്കും, അല്ലെങ്കിൽ ആരോഗ്യവാനായിട്ട് മാറ്റും എന്ന് പറയുമ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഡോക്ടർ ഇദ്രീഷിയൊക്കെ തന്നെ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എന്ന് തന്നെ പറയാം പല കേന്ദ്രങ്ങൾ. ആദ്യം തന്നെ ഞാൻ മന്ത്രിയായിരുന്നപ്പോഴൊക്കെ തന്നെ കൊയിലാണ്ടിയിലൊക്കെ തന്നെ പോയിരുന്നപ്പോൾ കണ്ടതാണ്. എത്രയോ ആളുകൾക്ക് തണലായി നിന്നുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. പേര് തന്നെ തണൽ എന്നാണ്. അപ്പൊ എത്രയോ ആളുകൾക്ക് തണലായി നിന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട്, അവരുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് ഡോക്ടർ ഇദ്രീഷിന്റെ നേതൃത്വത്തിലൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരുപാട് കേന്ദ്രങ്ങളുണ്ട്. എൻ്റെ അടുത്ത് പലരും വന്ന് പറയും, കിഡ്നി പേഷ്യൻസും അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ പറയും, ഞങ്ങളുടെ ഡയാലിസിസിന് വേണ്ടി തണലിൽ നിങ്ങളൊന്ന് പറയണേ. ഞാൻ ആദ്യം വിളിക്കാം ഡോക്ടർ ഇദ്രീഷിനെ. ഇന്നലെയും ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ അവിടെ ചെയ്തു കൊടുത്തു.
അപ്പൊ ഇത് ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ടത് അങ്ങനെ സാധാരണക്കാരന് പാവപ്പെട്ടവർക്ക് സഹായം ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള കേന്ദ്രങ്ങളായിട്ട് ഈ പാലിയേറ്റീവ് കേന്ദ്രങ്ങൾ മാറുമ്പോൾ അത് നമ്മുടെ നാടിന്റെ ആരോഗ്യരംഗത്തും അതോടൊപ്പം നാടിന്റെ നമ്മുടെ പ്രിയപ്പെട്ടവർക്കും വലിയൊരു സുരക്ഷ ഏർപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്ന മുഴുവൻ ആളുകളെയും പാലിയേറ്റീവ് കേന്ദ്രത്തിന്റെ മുഴുവൻ ആളുകളെയും ഞാൻ എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഫിസിയോതെറാപ്പി അതിന്റെ 4ാം വാർഷികത്തിലേക്ക് കിടക്കുകയാണ്. ഇവിടെ സംസാരിച്ച എല്ലാ ആളുകളും സൂചിപ്പിച്ചു ഇന്നിന്റെ വർത്തമാന കാലത്ത് നമ്മൾക്ക് ചിന്തിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ ഇവിടെ സ്ക്രീനിൽ കൂടി കണ്ടപ്പോ ഇതിന്റെ പിറകിൽ ഒരുപാട് ആളുകളുടെ കഠിനാധ്വാനങ്ങൾ, ദാനധർമ്മിഷ്ടമായ ജീവിതം, സമ്പത്ത് ദാനം ചെയ്യുക മാത്രമല്ല, ജീവിതം ദാനം ചെയ്തുകൊണ്ട്, ആരോഗ്യത്തെ ദാനം ചെയ്തുകൊണ്ട് സേവനദാതാക്കളായി ജീവികളോട് കരുണ കാണിക്കുന്ന രീതിയിൽ തിരക്കിന്റെ ആളുകളായി നമ്മൾ മാറുമ്പോൾ ഒരുപാട് ആളുകൾ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ തിരക്കുകൾ ഇവിടേക്ക് മാറ്റിവെച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് സ്ക്രീനിൽ കൂടി കാണാൻ സാധിച്ചത്. മരുന്നുകൾക്കപ്പുറത്ത് ഒരു മനുഷ്യന്റെ ആരോഗ്യത്തെ തിരിച്ചു കൊണ്ടുവരാൻ വീണ്ടെടുക്കാൻ കഠിനാധ്വാനികളായി ജീവിതത്തെ സമർപ്പിച്ച ഒരുപാട് ഫിസിയോതെറാപ്പിസ്റ്റുകൾ, ഡോക്ടർമാർ, അവരോടൊപ്പമുള്ള വളണ്ടിയേഴ്സ് അത് വീടുകളിൽ പോയി നോക്കിയും സ്വാന്തനം നടത്തിയും സ്നേഹവാക്കുകൾ കൊടുത്തും സാന്ത്വന സ്പർശമായും നിങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന് വരണമെന്ന് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അവരെ ആരോഗ്യവാന്മാരായി തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്ന രീതിയിലേക്ക് ഈ ഫിസിയോതെറാപ്പി സെന്റർ മാറിയിട്ടുണ്ട് എന്ന് അനുഭവങ്ങളിൽ കൂടി മനസ്സിലാക്കാൻ സാധിച്ച ഒരാളാണ് ഞാൻ. നമ്മളൊക്കെ ഇവിടേക്ക് ആളുകളെ പറഞ്ഞു വിടുമ്പോഴും അവര് ഒരിക്കലും ജീവിതത്തിന് ആരോഗ്യപരമായ ചലനശേഷികൾ കിട്ടില്ല എന്ന് അവരെ മനസ്സുകൊണ്ട് തീർച്ചപ്പെടുത്തിയെടുത്തുന്ന കയ്യനക്കാനും കാലനക്കാനും ചലനശേഷി നഷ്ടപ്പെട്ട ഭാഗങ്ങൾ തിരിച്ചു കൊണ്ടുവന്ന് നമ്മളോട് സന്തോഷം പങ്കുവെക്കുമ്പോഴും അവിടെയാണ് ജീവിതത്തിന്റെ തിരക്കിനിടയിൽ നമ്മളൊക്കെ മറന്നുപോയതും ഒക്കെ വഴിയിൽ നമ്മളെ ഓർമ്മപ്പെടുത്തലായി ഇതുപോലെയുള്ള ഫിസിയോതെറാപ്പി സെന്ററുകൾ മാറുന്നത്. ഇവിടെ ഒരുപാട് പദ്ധതികളുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞു. എക്സ്റേ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് അതുമായി ബന്ധപ്പെട്ട് ഫിസിയോതെറാപ്പി സെന്ററുമായി ബന്ധപ്പെട്ട് വിപുലമായ ഒരു കോളേജ് സംവിധാനം, പ്രസവ ശുശ്രൂഷാനന്തര കോഴ്സുകളും അതിന്റെ കാര്യങ്ങളുമൊക്കെ ഇവിടെ പറഞ്ഞു. വലിയൊരു സംവിധാനത്തെ പൂർത്തീകരിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളുമായി അവർ മുന്നോട്ട് പോകുമ്പോൾ ആരോഗ്യ മേഖല നമുക്കറിയാം ഇന്ന് അതിന് പല താല്പര്യങ്ങളുമുണ്ട്. കുന്നുകൂടി വരുന്ന കുന്നുപോലെ വളർന്നു വരുന്ന ആരോഗ്യ സ്ഥാപനങ്ങൾ, നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടായ മാറ്റങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, നമ്മുടെ ഭക്ഷണക്രമങ്ങൾ, ഭക്ഷണങ്ങളെ നമ്മൾ തെറ്റായ രീതിയിലേക്ക് എല്ലാം അടിസ്ഥാന ഫാസ്റ്റ് ഫുഡിലേക്കൊക്കെ പോയപ്പോ നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ അവയവങ്ങളെയൊക്കെ നാം രോഗങ്ങൾക്ക് കൊണ്ടുകൊടുക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ അറിഞ്ഞുകൊണ്ട് മാറുകയാണ്. അവിടെയാണ് ആരോഗ്യ സ്ഥാപനങ്ങളുടെ താല്പര്യങ്ങൾ വ്യത്യസ്തമായി സമർപ്പിതമായ ഒരു ജീവിതത്തെ ഇവിടെ നമ്മുടെ മുന്നിൽ
മുന്നിലേക്ക് അവതരിപ്പിക്കാൻ ഒരുപാട് ആളുകൾ സേവന പ്രവർത്തനങ്ങളിലൂടെ ഇവിടെ നിൽക്കുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തുള്ളവർ നിന്നോട് കരുണ കാണിക്കും. അത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, കാരണം വൈകല്യങ്ങളുള്ളവർ ഭൂമിയിലെ മാലാകമാറാണ്. ഒരു രക്ഷിതാവിന് മാതാപിതാക്കൾക്ക് അവരുടെ മക്കളായും സഹോദരങ്ങളായും സഹോദരിയായും ഭർത്താവായും ഭാര്യയുമൊക്കെ ആയിരുന്ന ആളുകൾ ഒരു ഘട്ടത്തിൽ വൈകല്യങ്ങളിലേക്ക് ശരീരം തളർന്നു പോകുമ്പോൾ അവരെ ശുശ്രൂഷിക്കാൻ കുടുംബങ്ങളെ പോലെ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആളുകൾ. അവരെ പ്രതീക്ഷിക്കുന്നത് നാളെ സ്വർഗത്തിന്റെ കവാട വാതിലുകൾ തുറക്കുമ്പോൾ തങ്ങൾ തലോടിയ സ്നേഹം കൊടുത്ത, കരുണ കൊടുത്ത, വാത്സല്യം കൊടുത്ത ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നവർ ആ വാതിൽക്കൽ ഞങ്ങൾക്ക് വേണ്ടി കൈപിടിക്കാനുണ്ടാകുമെന്ന പ്രതീക്ഷയും ആ വിശ്വാസവുമാണ്. ഞാൻ ഇത്തരത്തിലുള്ളൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരാളാണ്. ഒരു പൂർണ്ണ ആരോഗ്യത്തോടുകൂടി പൊതുപ്രവർത്തനം നടത്തി ഒരു ഘട്ടത്തിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്ന് എഴുതി തള്ളിയ സ്ഥലത്ത് നിന്ന്, കയ്യൊഴിഞ്ഞ സ്ഥലത്ത് നിന്ന് അങ്ങനെ ശാസ്ത്രത്തെ കഴിഞ്ഞാലും അരക്കതായ കർമ്മശേഷി ഉണ്ടാകില്ല എന്ന് പറഞ്ഞപ്പോ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അരക്ക് താഴെ തളർച്ച, അത് ജീവിതത്തിൽ തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വീൽ ചെയറിലും വാക്കറിലും നിങ്ങളുടെ മുന്നിലൂടെ ഊന്ന് വടിയിലൂടെയും നടന്നു വന്നിട്ടുണ്ട് എങ്കിൽ ഇതുപോലെ ഒരുപാട് ആളുകളുടെ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സേവന സന്നദ്ധരായ വൈദ്യത്തിന്റെ ജീവിതം നമ്മളെ പോലെയുള്ള ആളുകൾക്ക് സമർപ്പിച്ചതിന്റെയൊക്കെ ഉദാഹരണമാണ് എന്നെ പോലെയുള്ള ആളുകൾ ഇവിടെ നിന്ന് നിങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നത് എന്നത് തന്നെയാണ് നമ്മൾ ഇവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു അവാർഡ്. നമ്മളിതൊക്കെ മറന്നിങ്ങനെ പോകും. ഒരു സുലൈമാനാജിക്കാരെ കുറിച്ചൊക്കെ പറഞ്ഞു, അദ്ദേഹം ഇങ്ങനെ തിരക്കിലോടുമ്പോ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വേണ്ടിയല്ല, കുടുംബത്തിന് വേണ്ടിയല്ല, സമൂഹത്തിന് സമർപ്പിച്ച ഒരു ജീവിതമാണ്. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് വളണ്ടിയേഴ്സ് ഉണ്ട്. നേരത്തെ പറഞ്ഞ ഡോക്ടറുണ്ട്, ഇവിടെ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുണ്ട്, സേവനദാതാക്കളായ സഹപ്രവർത്തകർ ഇവിടെയുണ്ട്. അവരൊക്കെ തിരക്കിലേക്ക് പോകുന്നു എങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, ആരുടെയൊക്കെ ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരാൻ, ആരോഗ്യം വീണ്ടെടുക്കാൻ അവർക്ക് സാന്ത്വനമാകാൻ പോകുന്നവരാണ് എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് അവരുടെ വഴിയിലൂടെയുള്ള യാത്രകളിലുള്ള അടയാളപ്പെടുത്തൽ എന്ന് നമുക്ക് അവരെ കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് അനുഭവങ്ങളിൽ കൂടി എന്റെ സാക്ഷ്യപ്പെടുത്തൽ ഇവിടെ പറയുന്നു. ഈ സ്ഥാപനം നമുക്ക് പറയാൻ കഴിയില്ല രോഗമുള്ള ആളുകൾ വരാതിരിക്കട്ടെ, സമൂഹത്തിൽ രോഗങ്ങൾ കൂടി വരാതിരിക്കട്ടെ, ആർക്കും അങ്ങനെ രോഗം പൊടി വരാതിരിക്കട്ടെ. പക്ഷേ ആർക്കെങ്കിലും അത്തരത്തിലുള്ള വൈകല്യം ഉണ്ടായാൽ, ശരീരം തളർന്നു പോയാൽ, ജീവിതം നഷ്ടപ്പെട്ടു എന്ന ബോധ്യത്താൽ കടന്നുപോയാൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ അവർ ഉദ്ദേശിക്കുന്നതിനപ്പുറത്ത് ആത്മവിശ്വാസം കൊടുക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് ഈ സ്ഥാപനം ഉണ്ടാകട്ടെ. ആരോഗ്യ മേഖലയ്ക്ക് ഗുണകരമാവുന്ന രീതിയിലേക്കുള്ള ചികിത്സാ രീതികളുമായി കൂടുതൽ രോഗികൾ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വരുന്നവർക്ക്, രോഗം വന്നവർക്ക് ചികിത്സയിൽ കൂടി രോഗമുക്തി നേടാൻ സാധിക്കുന്ന രീതിയിലേക്ക് ഈ സ്ഥാപനം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്മ തന്നിരുന്നു. നന്ദി, നമസ്കാരം. ജയം. സഹോദരി സഹോദരന്മാരെ, ജീവകാരുണ്യ പ്രവർത്തനരംഗത്ത് പാനൂർ മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ മഹത്തായ സേവനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നിലയിൽ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ മറ്റൊരു പടി കൂടി കയറാനുള്ള പരിശ്രമത്തിലാണ്. അതിന്റെ തുടക്കം കുറിക്കുന്ന ഒന്നായിട്ടാണ് ഇതിന് 4ാം വാർഷികാഘോഷം മാറാൻ വേണ്ടി പോകുന്നത്.
നേരത്തെ ഇവിടെ സംസാരിച്ചിട്ടുള്ള പലരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്കറിയാം ഫിസിയോതെറാപ്പി ഓരോ മനുഷ്യനെയും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട ഒന്നാണ്. ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുമ്പോൾ ഓരോ ആളുകളുടെയും മനസ്സിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷം വളരെ വലുതാണ്. ഞങ്ങളുടെ തലശ്ശേരി കോപ്പറേറ്റീവ് കോളേജിന്റെ സഹകരണത്തോടുകൂടി പാനൂർ ഏരിയയിൽ വീടുകളിൽ പോയി ഫിസിയോതെറാപ്പി നടത്തുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പൊ അവരവരുടെ അനുഭവങ്ങൾ ഓരോ മാസത്തിലാണ് അവര് ഈ പരിശീലനത്തിന് വേണ്ടി ഞങ്ങൾക്ക് വിട്ടുതരാറ്. അവർ നമ്മുടെ പാനൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ വീടുകളിൽ പോയി ഫിസിയോതെറാപ്പി നടത്തി തിരിച്ചു വരുമ്പോൾ അവർക്കുള്ള അനുഭവങ്ങൾ ഞങ്ങളുമായി പങ്കുവെക്കാറുണ്ട്. അതുമാത്രമല്ല, അവരെ കൂട്ടിപ്പോകുന്ന വൈദ്യന്മാര് അവർ പലപ്പോഴും വന്ന് പറയാറുണ്ട്, ഇവർ പോകുമ്പോൾ വലിയ വേദനയാണ് അവർക്കുള്ളത്. കാരണം ഇന്നലെ വരെ കൈ ചലിപ്പിക്കാൻ സാധിക്കാത്തവർക്ക് കൈ ചലിപ്പിക്കാൻ കഴിയുന്നു. മെല്ലെ മെല്ലെ നടക്കാൻ കഴിയുന്ന ആളുകൾ കുറച്ചുകൂടി കൂടുതൽ നടക്കാൻ കഴിയുന്നു. അങ്ങനെ ആശ അറ്റ് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്ന് പ്രതീക്ഷിച്ചിട്ടുള്ള ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ നാമ്പുകൾ അവരുടെ ഈ പരിശീലനത്തിലൂടെ ഫിസിയോതെറാപ്പിയിലൂടെ ലഭ്യമാകുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം, അവർ മുഖത്തുണ്ടാകുന്ന പ്രസരിപ്പ് ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഭവമാണ്. തീർച്ചയായും ആ നിലയിലാണ് പാനൂർ മുസ്ലിം വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള ഈ ഫിസിയോതെറാപ്പി സെന്ററിൽ എത്തിച്ചേരുന്ന ഏതൊരാളുടെയും മനസ്സിലേക്ക് തീർച്ചയായും വരാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ അവർക്കിടയിൽ ഉണ്ടാകുന്ന സന്തോഷവും അവരുണ്ടാകുന്ന ഒരു പ്രാർത്ഥനയുമുണ്ടല്ലോ, അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അപ്പൊ ആ നിലയിൽ അതിന്റെ കുറേയും കൂടി ഉയർന്ന രൂപത്തിലേക്ക് മാറാൻ ഒരു പാരാമെഡിക്കൽ സെന്റർ ആരംഭിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഈ വീഡിയോയിലൂടെ ഇവിടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടത്. ഇവിടെ തന്നെ പന്നൂർ പഞ്ചായത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രദേശത്ത് ഇത് 3 ഏക്കർ സ്ഥലം വാങ്ങി ഒരു പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ച് അവിടെ ഒരു ഫിസിയോതെറാപ്പി സെന്റർ ആരംഭിക്കണം എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ 4ാം വാർഷികത്തിന് നമ്മളിവിടെ തുടക്കം കുറിക്കുന്നത്. തീർച്ചയായും ഒരു നല്ല സ്വപ്നം, ഈ നാടിന് ഗുണകരമാകുന്ന ഒരു സ്വപ്നം, ഈ നാട്ടിലെ പാവപ്പെട്ട ആലംബഹീനരായിട്ടുള്ള ഇല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഒരത്താണിയായി മാറാൻ വേണ്ടി പോകുന്ന നിലയിൽ അവിടെയുള്ള പരിശീലനം മാത്രമല്ല, ആ പരിശീലനത്തിന്റെ അല്ലെങ്കിൽ അവിടെ പാരാമെഡിക്കൽ സ്റ്റാഫ് എന്ന നിലയിൽ ഫിസിയോതെറാപ്പിസ്റ്റുകളെ നമുക്ക് പരിശീലിപ്പിച്ച് അവർക്കൊരു ഡിഗ്രി കൊടുക്കുക എന്നതോടൊപ്പം തന്നെ അവരുടെ പ്രാക്ടീസിന്റെ ഭാഗമായി ഈ മേഖലയിലെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഒരത്താണിയായി കൂടി മാറാൻ സാധിക്കുന്ന നിലയിലാണ് നമുക്ക് ആ കാര്യങ്ങൾ വരാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായും അത് എല്ലാവരുടെയും പിന്തുണയും സഹായവും ഈ ഇതിന്റെ ഭാഗമായി ഉണ്ടാകണം. ഒരു ജീവകാരുണ്യ പ്രവർത്തനം എന്ന നിലയിൽ, നല്ല ഒരു പ്രവർത്തനം എന്ന നിലയിൽ ഇതിനെ എല്ലാ നിലയിലും അംഗീകരിക്കാനും മുന്നോട്ട് പോകാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതിനെല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വളരെ ധന്യമായ
ഒരു ഒത്തുചേരലാണ് ഈ ഫിസിയോതെറാപ്പി സെന്ററിൽ നമ്മളിന്ന് ഒത്തുചേരുന്നത്. കഴിഞ്ഞ 3 വർഷമായി ഇടതടവില്ലാതെ പ്രയാസപ്പെടുന്നവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ നഷ്ടബോധത്തിൽ നിന്ന് അവിടെ പ്രതീക്ഷയുടെ തീരങ്ങളിലേക്ക് കൈയുയർത്തിക്കൊണ്ടുവരാൻ പ്രാപ്തമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഈ ഫിസിയോതെറാപ്പി സെന്റർ അതിന്റെ കൂടുതൽ വിശാലതയിലേക്ക് കാലുവെക്കുന്ന കർമ്മ പദ്ധതികൾ ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. വളരെ ക്ഷണികമായ ഒരു യാത്രയുള്ള നമ്മുടെ മനുഷ്യജന്മം ഓരോ നിമിഷവും നമ്മുടെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മുടെ യാത്രയുടെ പ്രയാണം തുടരുന്നത്. എന്നാൽ അവിചാരിതമായാണ് പലപ്പോഴും ആ പ്രതീക്ഷകൾ അവിടെ ഫുൾ സ്റ്റോപ്പിട്ട് പോകുന്നത്. ഞാനിപ്പോ 4 മണിക്ക് ഇവിടെ വന്നത് പാനൂർ ഗുരുനാഥ പള്ളിയിൽ ഒരു മയ്യത്ത് നമസ്കാരം കഴിഞ്ഞിട്ടാണ്. ഇന്നലെ രാത്രി 12 മണി വരെ വളരെ സജീവമായി അവിടെയുള്ള നബിദിന പരിപാടികളൊക്കെ പങ്കെടുത്ത് വീട്ടിലേക്ക് തിരിച്ചു വന്നൊരു മനുഷ്യൻ വീട്ടിലെത്തി ഭാര്യയോട് പറയുന്നു, ചെറിയ ക്ഷീണമുണ്ട്, ഒരു ഗ്ലാസ് വെള്ളം വേണം. ആ വെള്ളവുമായി തിരിച്ചു വരുമ്പോഴേക്ക് ഈ മനുഷ്യൻ ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞു പോയിട്ടുണ്ട്. സ്ട്രോക്ക് എന്ന് പറയുന്ന അസുഖം, അത് ഓരോരോ ഘട്ടത്തിൽ ഓരോ രോഗങ്ങൾ ഇപ്പൊ വ്യാപകമായി കാണുന്ന ഒരു അസുഖമാണ് സ്ട്രോക്ക്. ആ സ്ട്രോക്ക് വരുന്നതോടുകൂടി രണ്ടാലൊന്ന് സംഭവിക്കും. ഒന്നുകിൽ ആദ്യം ഈ ലോകത്തോട് വിട പറയുന്നു, അല്ല എങ്കിൽ ആ നിമിഷം വരെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ജീവിതയാത്ര ബ്രേക്ക് ചെയ്യപ്പെട്ട് പരസഹായത്തോടുകൂടിയുള്ള ജീവിതത്തിന്റെ ആരംഭം കുറിക്കപ്പെടുന്നു. അതുമല്ലെങ്കിൽ നിരാശനായി നിരാലംബനായി വിധിയെ പഴിച്ച് ആ കെട്ടില് ജീവിതത്തിന്റെ അവസാനം വരെ കഴിഞ്ഞുകൂടേണ്ട സ്ഥിതിവിശേഷം വരുന്നു. ഇത് ആ രോഗിയുടെ സ്ഥാനത്ത് എന്നെ ചേർത്ത് വെച്ചുകൊണ്ട് ഞാനും നിങ്ങളും ചിന്തിക്കുമ്പോൾ ഈ നിർവഹിക്കപ്പെടുന്ന ധർമ്മത്തിന്റെ വ്യാപ്തി എത്ര വലുതാണ് എന്ന് നമുക്ക് അളന്നെടുക്കാൻ കഴിയില്ല. ഇതൊരിക്കലും ഈ പറയുന്ന ആളുകൾക്ക് മാത്രം വെച്ചിട്ടുള്ള ഒരു കാര്യമേ അല്ല. അടുത്ത നിമിഷം എനിക്ക് വരാനിരിക്കുന്നത്, നിങ്ങൾക്ക് വരാനിരിക്കുന്നത്, നമുക്ക് സംഭവിക്കാനിരിക്കുന്നത്. ഇതിനെ നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യം ഇത്തരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ മുന്നിലുണ്ടാകുമ്പോൾ ദൈവം നമുക്ക് തന്നിട്ടുള്ള ഈ വലിയ സൗകര്യങ്ങൾക്ക് നമ്മൾ ദൈവത്തിന് സ്തുതി അർപ്പിച്ചുകൊണ്ട് ആ നിരാശരായി നിൽക്കുന്നവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയണം, നിങ്ങൾക്ക് ഞങ്ങളുണ്ട്. അതാണ് പാനൂർ മുസ്ലിം വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള ഈ ഫിസിയോതെറാപ്പി സെന്റർ കഴിഞ്ഞ 3 വർഷമായി നടത്തി വന്നിട്ടുള്ളത്. തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അതീതമായും പ്രോത്സാഹിപ്പിക്കപ്പെടുകയും അതിന്റെ കൂടെ നിൽക്കുകയും അതിന്റെ സഹായങ്ങളിൽ പങ്കാളിയാവുകയും ചെയ്യുക എന്നത് ഞാൻ ഈ പറഞ്ഞതുപോലുള്ള മനുഷ്യധർമ്മത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമുള്ളൊരു മനുഷ്യന് ചെയ്യേണ്ടുന്ന പ്രവർത്തനമാണ്. തീർച്ചയായും ഒരുപാട് ആളുകളെ കാശിലൂടെ സൂചിപ്പിച്ചല്ലോ. ഞാൻ കോഴിക്കോട് ആ ബോഡി ഹോസ്പിറ്റലിൽ കിടക്കുന്ന കാഴ്ച പിറ്റേ ദിവസം പോയി കണ്ടപ്പോൾ നിറകണ്ണുകളോടുകൂടി ഇറങ്ങി വന്നിട്ടുള്ള ആളുകളാണ്. ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷയുണ്ടായിട്ടില്ല. പ്രിയപ്പെട്ട പൂതങ്കോട് അബ്ദുള്ള മാഷ്, നമ്മുടെ മുമ്പിലുള്ള എത്രയോ സംഭവങ്ങളുണ്ട്. എത്ര സജീവമായി നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ അത്തരത്തിലുള്ള ആളുകളെയൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഈ തെറാപ്പി പ്രയോഗം അത് ആധുനികവൽക്കരണത്തോടുകൂടി കൂടുതൽ സഹായകരമായ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സെന്റർ നമ്മുടെ പ്രദേശത്തുണ്ടാകുമ്പോൾ തീർച്ചയായും അത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു കേന്ദ്രമാണ്. ആ നിലയിൽ അതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സ്വാഗതം. പാനൂരിലും പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞ 3.5 പതിറ്റാണ്ട് കാലത്തായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വെൽഫെയർ അസോസിയേഷന്റെ പുതിയ ഒരു കാൽവെപ്പാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. ഫിസിയോതെറാപ്പിയെ കുറിച്ചിട്ടൊക്കെ ഇവിടെ നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചു കഴിഞ്ഞു.
നമുക്കറിയാം നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ഇതുപോലെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഞങ്ങൾ പറയുന്ന ഭാഷ മാനവ സേവയാണ്, മാധവ സേവ. ആ ആപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരം പ്രവർത്തനം നടത്തുന്നവർ അത് എപ്പോഴും സാധിക്കപ്പെടേണ്ടതാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സുലൈമാൻ ഹാജി അദ്ദേഹത്തിന്റെ ഇവിടെയുള്ളൊരു ടീം, സുലൈമാൻ ഹാജി എപ്പോഴും തിരക്കിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഞങ്ങൾ കാണുമ്പോഴൊക്കെ ഒരു വർത്തമാനം പറയാൻ പോലും നേരമില്ലാത്ത അദ്ദേഹം അദ്ദേഹം ഓടുന്നത് നാട്ടുകാർക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള ഒരു ടീം ഇതിന്റെ പിന്നിലുള്ളപ്പോൾ ഇത് നന്നായിട്ട് മുന്നോട്ട് പോകും. നമ്മളറിയാം, ഇപ്പോ ഒരുപാട് ആളുകൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു സ്ട്രോക്ക് എല്ലാം വരുന്നത് ചെറുപ്പക്കാർക്കാണ്. ഈ അടുത്ത് പാലൂരിന്റെ അടുത്ത് ഒരു വ്യവസായി സ്ട്രോക്ക് വന്ന് കിടപ്പിലാണ്, ഞങ്ങളൊക്കെ സുഹൃത്താണ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഇതിന് അവരെ സഹായിക്കാനുള്ള ഇത്തരം സെന്ററുകൾ ഇത് പാലൂരിൽ ലഭിച്ച അമൂല്യമായ ഒരു നിധിയാണ്. ഈ ഒരു പ്രവർത്തനം നടത്തുന്ന ഇതിന്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നഗരസഭ ചെയർമാൻ ബഹുമാനപ്പെട്ട KP ഹാഷിം, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. എനിക്കൊമ്പ് സംസാരിച്ച ഉദ്ഘാടകൻ അടക്കമുള്ള വ്യക്തികൾ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം സ്ഥാപനം തുടങ്ങാൻ പ്രവർത്തിച്ച എല്ലാവരും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ടും ഈ സ്ഥാപനം ഇനിയും പുതിയ പുതിയ കോഴ്സുകൾ തുടങ്ങിക്കഴിഞ്ഞെന്നും അതോടൊപ്പം ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പഠിച്ചവരുടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പനൂർ മുസ്ലിം യങ്മെൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള ഫിസിയോതെറാപ്പി സെന്ററിന്റെ പ്രഖ്യാപനം എന്തുകൊണ്ടും നമ്മുടെ പ്രദേശത്ത് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു അത്താണിയായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു ആധികാരികമായിട്ടുള്ള ഒരു കണക്ക് ഇവിടെ അവതരിപ്പിച്ച ഞങ്ങളുടെ തണലിന്റെ ചെയർമാൻ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. കാരണം ഇവിടെ ചെയർമാനും അതുപോലെ തന്നെ സിഐയും ഒക്കെ സംസാരിച്ചപ്പോൾ അവരുടെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പലർക്കും അനുഭവത്തിൽ വരുമ്പോഴാണ് ഇതിന്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ഡയാലിസിസ് സെന്ററിനെ കുറിച്ച് പറയുമ്പോൾ ഡയാലിസിസ് രോഗികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ആ ഡയാലിസിസ് രോഗിയും അവരുടെ കുടുംബവും മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. ഒരു ഡയാലിസിസ് രോഗിയെ ഒരു സ്ഥാപനത്തിലേക്ക് പ്രവേശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവർക്ക് എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കണം, അല്ലെങ്കിൽ അവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. അതേപോലെ തന്നെയാണ് ഈ ഫിസിയോതെറാപ്പിയും. നമ്മുടെ സ്ഥാപനത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു വ്യക്തി ഏതാണ്ട് 3 മാസത്തിലധികമായി സ്ട്രോക്ക് വന്ന് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അദ്ദേഹം കാഞ്ഞിരോട് തണലില് പേര് രജിസ്റ്റർ ചെയ്ത് കാത്തു നോക്കുകയായിരുന്നു. 2-3 ആഴ്ചയായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഒരു സ്ലോട്ട് കിട്ടുമെന്ന് ചോദിച്ചിട്ട്. പക്ഷെ നമ്മുടെ പുതൻകോട് ഉൾപ്പെടെ അവിടെ ഒരു സ്ലോട്ട് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഒരു വ്യക്തിയെ ഒരു ഫിസിയോതെറാപ്പി സെന്ററിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ മറ്റൊരാളെ അവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത്രമാത്രം സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന ഒരു സ്ഥാപനത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ ഈ പനൂർ യങ്മെൻസ് അസോസിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തെ എത്ര ശ്ലാഘിച്ചാലും മതിയാവില്ല. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഓരോരുത്തരെ പേരെടുത്ത് പറയേണ്ടവരാണ്. ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഇവിടെയുള്ള വളണ്ടിയർമാരെല്ലാവരും. അപ്പൊ അവര് ഹോം കെയറിന് പോകുന്ന സമയത്ത് ഓരോ വീട്ടിലും കയറി ഇറങ്ങുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, ഇപ്പോ നമ്മുടെ തൊട്ടടുത്തുള്ള 10 വീടുകളിലേക്ക് പോയാൽ തന്നെ ഒരുപക്ഷെ അവിടെ ഒരു കിടപ്പ് രോഗി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഭിന്നശേഷി ആയിട്ടുള്ള ആളുണ്ടാവും, അല്ലെങ്കിൽ ഒരു മാനസിക പ്രയാസം അനുഭവിക്കുന്ന ആളുണ്ടാവും. അങ്ങനെയുള്ള ഓരോ പ്രവർത്തനവും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ഒരു സ്ഥാപനത്തിന് തണലിന്റെ കമ്മ്യൂണിറ്റി സൈക്യാട്രി ക്ലിനിക്ക് ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ പ്രിയപ്പെട്ട സഹോദരിമാരും അതുപോലെ തന്നെ സുലൈമാൻ ഹാജിക്കയും ടീമും
സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് എന്തൊക്കെ അനിവാര്യതകളും സമൂഹത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ഈ പദ്ധതിയുമായി സഹകരിക്കണം. നമ്മുടെ പ്രദേശത്ത് ഇതുപോലുള്ള ഒരു സ്ഥാപനം വരുന്ന സമയത്ത് നമ്മുടെ പ്രദേശത്തുള്ളവരും മറ്റു പ്രദേശത്തെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാതെ നോക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ മെറിറ്റ് എന്ന് പറയുന്നത്. ബഹുമാനായ ചെയർമാനൊക്കെ തന്റെ അനുഗ്രഹത്തിൽ ഇവിടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ശരിക്കും നമുക്ക് അത്തരത്തിലുള്ളൊരു അനുഭവം ഉണ്ടാകുമ്പോഴാണ് അതിന്റെ പ്രയാസങ്ങൾ പൂർണ്ണമായിട്ട് നാം ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ ഒരു പരിപാടിക്ക് എല്ലാവരുടെയും സഹകരണം പിന്തുണയും ഉണ്ടാവണം. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ്. ബഹുമാനപ്പെട്ട സ്പീക്കർ, ചെയർമാൻ, MLA, മറ്റ് വിശിഷ്ടാതിഥികൾ, പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ അംഗങ്ങൾക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങ് ഇവിടെ അവസാനിച്ചത് അറിയിക്കുന്നു.